പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പം യൂണിറ്റ് 4 റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഫാളിങ് ഓൺ ദ സർഫസ് ഓഫ് എൻ ഒബ്ജെക്റ്റ് കംസ് ബാക്ക് ടു ദ സെയിം മീഡിയം. ഇതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്തിനാണ്? When light is reflected from a smooth surface, the angle of incidence and the angle of reflection are equal. The incident ray, reflected ray and normal to the surface are in the same plane. Okay, ഇതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജസ് ഫോംഡ് ബൈ എ കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിററും അതിൻ്റെ കോൺകേവ് മിററും പിന്നെ പൊസിഷൻ ഓഫ് ഓബ്ജക്റ്റും പൊസിഷൻ ഓഫ് ഇമേജ് ആൻഡ് ഫീച്ചേഴ്സ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു ബോക്സിലുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് വായിച്ചു തരാം. ഇമേജ് ഈസ് ഫോംഡ് ഇൻ ബിറ്റ്വീൻ ദ പോൾ ഓഫ് ദി മിറർ ആൻഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ദ ഇമേജ് ഈസ് ഡിമിനിഷ്ഡ്, വിർച്വൽ ആൻഡ് ഇറക്റ്റ്. പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയിലായിരിക്കും. പൊസിഷൻ ഓഫ് ഇമേജ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അറ്റ് ഫോക്കസ് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും. പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് ബിയോണ്ട് സി ആണെങ്കിൽ കോൺകേവ് മിററിൽ പൊസിഷൻ ഓഫ് ഇമേജ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആയിരിക്കും, റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആൻഡ് ഡിമിനിഷ്ഡ് ആയിരിക്കും. അറ്റ് സി റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് സെയിം സൈസ്. ബിറ്റ്വീൻ സി ആൻഡ് എഫിലാണ് പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ബിയോണ്ട് സി ആയിരിക്കും പൊസിഷൻ ഓഫ് ഇമേജ് വരുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് മാഗ്നിഫൈഡ്. അറ്റ് എഫിലാണ് പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് എങ്കിൽ അറ്റ് ഇൻഫിനിറ്റിയിലായിരിക്കും പൊസിഷൻ ഓഫ് ഇമേജ് ആൻഡ് ഫീച്ചേഴ്സ്. ബിറ്റ്വീൻ എഫ് ആൻഡ് പി, ബിഹൈൻഡ് ദ മിറർ, വിർച്വൽ, ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ്. കോൺകേവ് മിററും കോൺവെക്സ് മിററും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോൺകേവ് മിററിൽ റിയൽ ഇമേജസ് ആൻഡ് വിർച്വൽ ഇമേജസ് ആർ ഫോംഡ്. കോൺവെക്സ് മിററിൽ ഓൺലി വിർച്വൽ ഇമേജസ് ആർ ഫോംഡ്. കോൺകേവ് മിററിൽ മാഗ്നിഫൈഡ് ഇമേജ്, ഡിമിനിഷ്ഡ് ഇമേജ് ആൻഡ് സെയിം സൈസ് ഇമേജസ് ആർ ഫോംഡ്. ഓൺലി ഡിമിനിഷ്ഡ് ഇമേജ് ആർ ഫോംഡ്. Concave mirror real images are formed in front of the mirror and virtual images formed behind the mirror. Images are always formed behind the mirror. Convex mirror later. Position and nature of the images are changed with the change of position of the object. Whatever be the position of the object, the image is always formed behind the mirror between P and F. That's convex mirror later. മിറർ ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു വെക്കണം, കാരണം പ്രോബ്ലം സെക്ഷനിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇഫ് എഫ് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ, യു ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒബ്ജക്റ്റ് ടു ദ മിറർ ആൻഡ് വി ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഇമേജ് ടു ദ മിറർ, ദെൻ 1/f ഈക്വൽ ടു 1/u പ്ലസ് 1/v. ഇക്വേഷൻസ് ഫോർ സോൾവിങ് മാത്തമെറ്റിക്കൽ പ്രോബ്ലംസ്. എഫ് ഈക്വൽ ടു യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി. വി കാണാൻ എങ്ങനെയാണ്? യു എഫ് ഡിവൈഡഡ് ബൈ യു മൈനസ് എഫ്. യു കാണാൻ എങ്ങനെയാണ്? വി എഫ് ഡിവൈഡഡ് ബൈ വി മൈനസ് എഫ്. ഇതൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്, പ്രോബ്ലം സെക്ഷൻ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മസ്റ്റായിട്ടും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം സെക്ഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇക്വേഷൻസ് ഫോർ സോൾവിങ് മാത്തമെറ്റിക്കൽ പ്രോബ്ലംസ് ഇത് പഠിച്ചു വെക്കണേ. ഇനി അടുത്തത് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. മാഗ്നിഫിക്കേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. Magnification small m equal to height of the image divided by height of the object, hi divided by ho, object, okay, minus v divided by u. When the magnification is positive, image is virtual and erect. When the magnification is negative, image is real and inverted. When the magnification is 1, the size of the image and the size of the object are equal. When magnification is more than 1, the size of the image is greater than the size of the object. When magnification is less than 1, the size of the image is smaller than the size of the object. New Cartesian sign convention. Okay. In all experiments related to lenses and mirrors, the distances are measured in the same way as in the graph. Distances are measured considering the pole of the mirror as the origin O. These measured to the right from O are positive and those in the opposite direction are negative. Distances measured upward from x-axis are positive and those downwards are negative. The incident ray is to be considered as traveling from left to right. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ വരച്ച് പഠിക്കണം. സമയം കിട്ടിയാൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ, മറന്നുപോയത്. According to new Cartesian sign convention, distance to the object from the mirror u equal to negative. Distance to the image from the mirror v equal to negative.
if images is real, height of object OB equal to positive, height of image IM equal to negative if image is real. If virtual images is formed, then image is behind the mirror, so distance to the image from the mirror V equal to positive, height of the image IM equal to positive. ഇത്രയും കാര്യങ്ങളാണ് 4th ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി 5th ചാപ്റ്റർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നുള്ളതാണ്. എന്താണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്? വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് obliquely from one transparent medium to another, its path undergoes a deviation at the surface of separation. This is refraction. It is the difference in the optical densities that cause the diffraction. Okay? ഇപ്പോൾ ഡിഫ്രാക്ഷൻ ത്രൂ ദ ഗ്ലാസ് ലാബ്, നമ്മൾ ഏതെങ്കിലും ഒരു ഗ്ലാസ് ലാബിൻ്റെ ഉള്ളിൽ കൂടെയുള്ള റിഫ്രാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം എയർ ടു ഗ്ലാസ്, When light travels from glass to air, travel from a medium of higher optical density to a medium of lower optical density, refracted ray deviate away from the normal. Okay, ഇവിടെ ഈ ഒരു ഫിഗർ നിങ്ങൾ വരച്ച് പഠിക്കണേ. ഇനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് എ മെഷർ ദാറ്റ് ഷോസ് ഹൗ എ മീഡിയം ഇൻഫ്ലുവൻസസ് ദ speed of light passing through it. Relation between optical density and speed of light. As the optical density of a medium increases, the speed of a light through it decreases. As the optical density of a medium decreases, the speed of light through it increases. ഇതൊന്നും മാറിപ്പോയത്, കൺഫ്യൂഷൻ ആവരുത്, പഠിക്കണം. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ എ റേ ഓഫ് ലൈറ്റ് പാസസ് ഫ്രം എ മീഡിയം ഓഫ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ടു ദാറ്റ് ഓഫ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ബിക്കംസ് 90 degree is the critical angle. The critical angle in water is 48.6 degree. Total internal reflection. When a ray of light passes from a medium of higher optical density to a medium of lower optical density at an angle of incidence greater than the critical angle, the ray is reflected back to the same medium without undergoing refraction. This phenomenon is known as total internal reflection. Conditions for total internal reflection എന്തൊക്കെയാണ്? Light ray should travel from a medium of higher optical density to a medium of lower optical density. Angle of incidence should be greater than the critical angle. Practical applications of total internal reflection in our day-to-day life. മെഡിക്കൽ ഫീൽഡിലൊക്കെ എൻഡോസ്കോപ്പ് യൂസ് ചെയ്യുന്നത് ഈ ഒരു കാര്യം ഉപയോഗിച്ചിട്ടാണ്. ഇൻ ദ ഫീൽഡ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷനിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്. ഓക്കെ, ലെൻസസ് എന്ന് പറയുന്നത് എന്താണ്? എ ലെൻസ് ഈസ് എ ട്രാൻസ്പാരൻറ്റ് മീഡിയം ഹാവിംഗ് സ്പെരിക്കൽ സർഫേസ്. കോൺവെക്സ് ആൻഡ് കോൺകേവ് ലെൻസസ് ആർ ദ ലെൻസസ് ദാറ്റ് വി മെയിൻലി യൂസ്. ടേംസ് അസോസിയേറ്റഡ് വിത്ത് ലെൻസസ് ആർ C1 C2 എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്. O എന്ന് പറയുന്നത് ഒപ്റ്റിക് സെൻറ്റർ ആണ്. AB XYയും പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. അപ്പോൾ ഈ ഒരു ഫിഗർ 15 നോക്കിയിട്ട് നിങ്ങൾ കോൺകേവ് മിറർ ഏതാണ്, കോൺവെക്സ് മിറർ എങ്ങനെയാണ്, അതിൻ്റെ സിയും പിയും ഒക്കെ എവിടെയാണ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഒപ്റ്റിക്കൽ സെൻറ്റർ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ലെൻസ് P. ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്? മിഡ് പോയിന്റ് ഓഫ് എ ലെൻസ് P. സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? It is the center of the imaginary spheres of which the sides of the lenses are parts. Principal axis എന്ന് പറഞ്ഞാൽ എന്താണ്? Principal axis is the imaginary line that passes through the optic center joining the two centers of curvature. Light rays incident parallel and close to the principal axis after refraction converges to a point on the principal axis of a convex lens. This point is the principal focus of a convex lens. Light rays incident parallel and close to the principal axis diverge from one another after refraction. These rays appears to originate from a point on the same side. This point is the principal focus of a concave lens. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞേണ്ട ഒരു കാര്യം, ഈ രണ്ട് ഫിഗറും വെച്ചിട്ട് വേണം, അത് നോക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇമേജസ് ഫോംഡ് ബൈ കോൺവെക്സ് ലെൻസ്, പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ്, പൊസിഷൻ ഓഫ് ഇമേജ് റിയൽ ആണോ, വിർച്വൽ ആണോ, ഇൻവേർട്ടഡ് ആണോ, ഇറക്റ്റ് ആണോ, മാഗ്നിഫൈഡ് ആണോ, ആ ഒരു കാര്യം പഠിച്ചു വെക്കണം. ഇതൊക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മാച്ചിങ് ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി റേ ഡയഗ്രാം ഓഫ് ഇമേജ് ഫോർമേഷൻ ഓഫ് എ കോൺവെക്സ് ലെൻസ്. ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് വെച്ചതെങ്കിൽ എന്ത് ചെയ്യും? ഒബ്ജക്റ്റ് ഈസ് ബിയോണ്ട് 2F. 2Fൻ്റെയും പുറത്താണെങ്കിൽ
എങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും, അത് നോക്കിയിട്ട് നന്നായിട്ട് വരച്ച് പഠിക്കണം കേട്ടോ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇമേജ് ഫോംഡ് ബൈ കോൺകേവ് ലെൻസ്, ഈ ഒരു സംഭവം വരച്ച് പഠിക്കാം. ഇൻ എ കോൺകേവ് ലെൻസ് വാട്ട് എവർ may be the position of the object, the image is always formed at the same side of the object in between the optic center and focus. The image is virtual, erect and diminished. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണേ. ഇനി അടുത്ത കമ്പാരിസൺ ഓഫ് ഇമേജസ് ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ് ആൻഡ് എ കോൺകേവ് ലെൻസ്. കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ഫോം ചെയ്തിട്ടുള്ള ഇമേജുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. 6 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അടുത്തത് യൂണിറ്റ് 6 ആണ്, വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ്. എന്താണ് ഡിസ്പേഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ? ഡിസ്പേഷൻ ഈസ് ദ ഫിനോമിനൺ ഓഫ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് കമ്പോസിറ്റ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റുവൻറ്റ് കളർ. അതായത് ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിസ്പേഷൻ എന്ന് പറയുന്നത്. എനി ലൈറ്റ് ദാറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് മോർ ദാൻ 1 കളർ ഈസ് എ കോമ്പോസിറ്റ് ലൈറ്റ്. എന്താണ് കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ? എനി ലൈറ്റ് ദാറ്റ് ഈസ് കോമ്പോസ്ഡ് ഓഫ് മോർ ദാൻ 1 കളർ, ഒന്നിൽ കൂടുതൽ കളർ കൂടി ചേർന്നിട്ടുണ്ടാകുന്നതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. ദ റെഗുലർ അറേ ഓഫ് കളേഴ്സ് ഫോംഡ് ബൈ ഡിസ്പേഷൻ ഈസ് ദ വിസിബിൾ സ്പെക്ട്രം. ഓക്കെ, ലൈറ്റ് റേസ് ഓഫ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് ഏതിനാണ്? ഡീവിയേറ്റ് മോർ. ലൈറ്റ് റേസ് ഓഫ് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ഉള്ളതാണെങ്കിൽ ഡീവിയേറ്റ് ലെസ്. ഓക്കെ, റീസൺ ഫോർ ഡിസ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് അണ്ടർഗോസ് റിഫ്രാക്ഷൻ വെൻ ഇറ്റ് എൻറ്റേഴ്സ് ദ പ്രിസം ഒബ്ലിക്വലി ആൻഡ് വെൻ ഇറ്റ് കംസ് ഔട്ട് ഓഫ് ദ പ്രിസം. ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡീവിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ലെങ്ത്. Therefore, waves undergo deviation at different angles and get separated. This is the reason for dispersion. Dispersion through glass prism. Color seen nearer to the base of the prism ആണ് violet. Color seen far away from the base ആണ് red. Order of colors from the base എന്ന് പറയുന്നത് Ibgior ആണ് കേട്ടോ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത റെയിൻബോൻ്റെത്. ഡിസ്പേഷൻ ഓഫ് ലൈറ്റ് കോസ്ഡ് ബൈ ദ വാട്ടർ ഡ്രോപ്ലെറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ കോസസ് റെയിൻബോ. In the morning, rainbow is seen west. In the evening, rainbow is seen east. Sunlight passes through the water droplet in the atmosphere refracted twice and has one internal reflection also. Color seen at the upper edge of the rainbow എന്ന് പറയുന്നത് റെഡ് ആണ്. കളർ സീൻ അറ്റ് ദി ലോവർ എഡ്ജ് ഓഫ് ദ റെയിൻബോ എന്ന് പറയുന്നത് വയലറ്റ് ആണ്. The light ray emerging from the water droplet which makes the same angle with the line of vision have the same color. These droplets appears in the form of an arc of a particular color. When seen from an aeroplane, the rainbow is seen as a circle. Okay. Recombination of colors എന്ന് പറഞ്ഞാൽ എന്താണ്? When the dispersed light coming out from a prism passes through another prism, it become white light again. അതിനെയാണ് നമ്മൾ recombination of colors എന്ന് പറയുന്നത്. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് വ്യൂഡ് ബൈ എ പേഴ്സൺ ഇറ്റ് ഈസ് ഇമേജ് റിമെയിൻസ് ഇൻ ദ റെറ്റിന ഓഫ് ദി ഐ ഫോർ എ ടൈം ഇൻ്റർവെൽ ഓഫ് 0.0625 സെക്കൻഡ്, അതായത് 1/16 സെക്കൻഡ് ആഫ്റ്റർ സീയിങ് ഇറ്റ്. ദിസ് ഫിനോമിനോൺ ഈസ് കോൾഡ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. If more than one scene is viewed within 0.0625 seconds, the effect of all these scenes will be felt by the eyes simultaneously. Example of persistence of vision എന്ന് പറയുന്നതിന് ന്യൂട്ടൺസ് കളർ ഡിസ്ക് അപ്പിയേഴ്സ് വൈറ്റ് വെൻ ഇറ്റ് റൊട്ടേറ്റ്സ് പാസ്. അതായത് ന്യൂട്ടൺസ് ഡിസ്ക് എന്ന് പറയുന്നത് എന്താ? ഒരുപാട് ഈ നമ്മുടെ മഴവിലിൻ്റെ കളർ കംപ്ലീറ്റ് വിബ്ജിയോർ ഉള്ളതായിരിക്കും, പക്ഷേ ആ ഒരു ഡിസ്ക് നമ്മൾ കറക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കൂടി ചേർന്നിട്ട് വൈറ്റ് ആയിട്ടാണ് കാണുക. A torch rotated rapidly appears as an illuminated circle. Raindrops appears like a glass rod. A fan appears like a disc when it rotates fast. Scattering of light എന്ന് പറഞ്ഞാൽ എന്താണ്? Scattering is the change in the direction brought out by the irregular and partial reflection of light when it hits the particles of the mediums. Light rays of shortest wavelength ഏതാണ്? Scattered more. Light rays of longest wavelength scattered less. സ്കൈ അപ്പിയേഴ്സ് ബ്ലൂ. എന്തുകൊണ്ടാണ് സ്കൈ ബ്ലൂ കളറായിട്ട് കാണപ്പെടുന്നത്? കളേഴ്സ് ലൈക്ക് വയലറ്റ്, ഇൻഡിഗോ ആൻഡ് ബ്ലൂ ഹാവ് ദി സ്മോളസ്റ്റ് വേവ് ലെങ്ത് ഇൻ സൺലൈറ്റ്. ദേ അണ്ടർഗോ മാക്സിമം സ്കാറ്ററിംഗ് വൈൽ ഇൻട്രാക്ടിംഗ് വിത്ത് അറ്റ്മോസ്ഫിയർ പാർട്ടിക്കിൾസ്. സൺ ആൻഡ് ഹൊറൈസോൺ അപ്പിയേഴ്സ് റെഡ് ഡ്യൂറിങ് സൺസെറ്റ് ആൻഡ് സൺറൈറ്റ്. ആ ഒരു കാര്യം പഠിച്ചു വെക്കണം. ആസ് ദി സൈസ് ഓഫ് ദി പാർട്ടിക്കിൾ ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് സ്കാറ്ററിംഗ് ആൾസോ ഇൻക്രീസസ്. ഇഫ് ദി സൈസ് ഓഫ് ദി പാർട്ടിക്കിൾസ് ഈസ് ഗ്രേറ്റർ ദാൻ ദി വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, then the scattering is same for all colors. Sky in the side appears grey. Cities appears grey.
Red color has been given to the tail lamp of vehicles and signal light. Because of its high wavelength, red can travel long distance without scattering. സെവൻത്ത് ചാപ്റ്ററാണ് യൂണിറ്റ് 7 എനർജി മാനേജ്മെൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുള്ളൂ, അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഫോസിൽ ഫ്യൂവൽ എന്താണെന്ന് പഠിച്ചു വെക്കുക. കോൾ, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് എന്താണെന്ന് പഠിച്ചു വെക്കുക. അതോടൊപ്പം റിന്യൂവബിൾ എനർജി സോഴ്സസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. കോളിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. CNG അല്ലെങ്കിൽ LNG ഗ്യാസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതേപോലെ LPG ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് എന്താണെന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണേ നിങ്ങൾ. LPGയും സേഫ്റ്റിയും അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യണം? ഗ്രീൻ എനർജി എന്താണെന്ന് പഠിച്ചു വെക്കണം. ബ്രൗൺ എനർജി എന്താണെന്ന് പഠിക്കണം. അത് തമ്മിലുള്ള ഡിഫറൻസസുകൾ പഠിക്കണം കേട്ടോ. എനർജി ക്രൈസിസ് എന്താണെന്നും റീസൺസ് ഫോർ എനർജി ക്രൈസിസ്, സൊല്യൂഷൻ ഫോർ എനർജി ക്രൈസിസ് എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് റിവിഷൻ, പെട്ടെന്നൊരു ക്വിക്കായിട്ടുള്ള റിവിഷന് നിങ്ങളൊരു 3-4 മണിക്കൂർ ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്സ് ഒരു 2-3 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഫിസിക്സ് കവർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.